ഒരു നിമിഷം നമുക്ക് ഉണ്ടാക്കിയ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ദൈവതിരുസന്നിധിയിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് നിമിഷങ്ങളിൽ ആത്മാവിന്റെ വലിയ ശക്തി സാന്നിധ്യം നമ്മളിൽ നിറയപ്പെടുവാൻ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയെ പോലെ തീഷ്ണതയോടെ നമുക്ക് ചോദിക്കാം ദൈവത്തോട്, ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ദൈവാനുഗ്രഹം എങ്ങനെ വെളിപ്പെടും? ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെ വെളിപ്പെടും? നമുക്ക് ചോദിക്കാം. സ്വർഗീയ അഭിഷേകം ഭൂമിയിൽ എങ്ങനെ അനുഭവിക്കുവാൻ സാധിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കപ്പെടും. തിരുവചനം നമ്മളിൽ വെളിപ്പെടും. രക്ഷകനായ ദൈവം വചനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. കണ്ണുകളടച്ച് കരഹൃദയത്തോട് ചേർത്ത് വെച്ച് കേട്ട എല്ലാ വചനങ്ങളും, കേൾക്കുവാൻ പോകുന്ന എല്ലാ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ രക്ഷയായി, രക്ഷകനായി നമ്മുടെ ജീവിതത്തിൽ വചനം നിലനിൽക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാവിന്റെ വലിയ അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട്, പുത്രനായ യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുവാൻ, ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വചനം നമ്മളെ അനുസ്മരിപ്പിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിനോട് ദൈവാത്മാവ് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ നിമിഷം, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകിക്കൊണ്ട് യേശു തന്റെ സാന്നിധ്യത്തെ, വചനത്തെ നമ്മൾ സ്ഥിരീകരിക്കുക. ഈശോയെ, ഞങ്ങളതിനെ സമർപ്പിക്കുക. ദൈവ മഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ ഓരോ ദിവസങ്ങളിലും വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ അവകാശം അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തന്നിരിക്കുന്നുവല്ലോ. രക്ഷാകര പദ്ധതിയിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയ രക്ഷയെ ഞങ്ങൾ ആനന്ദത്തോടെ അനുസ്മരിക്കുകയാണ്. കർത്താവേ, നിന്റെ മഹത്വത്തെ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുത്തണമേ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാരിൽ ദൈവവചനം വെളിപ്പെട്ടതുപോലെ, അവരുടെ അധരങ്ങളിലൂടെ യേശുവിനെ കുറിച്ച് മാത്രം പ്രഘോഷിക്കപ്പെട്ടതുപോലെ, യേശു പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവര് സംസാരിച്ചതുപോലെ, കർത്താവേ, സ്വർഗീയ സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിച്ച് സ്വർഗീയ സാന്നിധ്യത്തിൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് ആത്മാവിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആദ്യമേ സഭയുടെ ചൈതന്യം ശരീരത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അധരങ്ങളിലൂടെ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാനുള്ള വലിയ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി നമുക്ക് സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മാവ് വെളിപ്പെടട്ടെ, ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ, ആധരങ്ങളിൽ വെളിപ്പെടട്ടെ, നാവിന്റെ എല്ലാ കെട്ടുകൾ അഴിയട്ടെ, യേശു നാമത്തിൽ അഴിയപ്പെടട്ടെ. ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന എല്ലാ വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും തിന്മയുടെ അരുകുഴികളെല്ലാം നീങ്ങിപ്പോകട്ടെ. അപകടത്തിന്റെയും ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും കഷ്ടപ്പാടുകളുടെ എല്ലാ അരുവികളും നീങ്ങിപ്പോകട്ടെ. കർത്താവിന്റെ മഹത്വം ദൈവമക്കളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും പീഡകളും വ്യാധികളും എല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ജനങ്ങളടിച്ചു പാടാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും
പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. കരമുയർത്തി പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ താഴ്ത്തിയടിച്ച് അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കുക. ആത്മാവെ വ്യാപരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞതുപോ എലിശമ്മയിലേക്ക് പകരപ്പെട്ടതുപോ കർത്താവിന്റെ അഭിഷേകം ഓരോ മകനിലും മകളിലും നിറയട്ടെ, കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എലിശമ്മയിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്നാപ യോഹന്നാനിലൂടെ കവിഞ്ഞൊഴുകിയതുപോലെ ആത്മാവിന്റെ ശക്തി സഭയിലൂടെ വ്യാപരിക്കപ്പെടുകയും പിതാക്കന്മാരിൽ നിന്ന് വൈദികരിൽ നിന്ന് കർത്താവിന്റെ അഭിഷേകം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുകയും അപ്പസ്തോലിക ശക്തി പത്രോസിന് കൊടുത്ത വലിയ അധികാരത്തിന്റെ അഭിഷേകം ദൈവമക്കളിലേക്ക് വ്യാപരിക്കപ്പെടുക. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് ചേർന്ന് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് എല്ലാവരും ചേർന്ന് സ്തുതിക്കാമോ? പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി എല്ലാ മക്കളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. സ്വരമുയർത്തി സ്തുതിക്കാം, അഭിഷേകത്തോടെ സ്തുതിക്കാം. മാർപ്പാപ്പായിൽ നിന്ന് കർദിനാളന്മാരിലൂടെ സഭാപിതാക്കന്മാരിലൂടെ വൈദികരിലൂടെ അൽമാരിലേക്ക് വ്യാപരിക്കപ്പെടുന്ന സാന്നിധ്യത്തിന്റെ ശക്തി ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യമായി, അനുഗ്രഹമായി, അഭിഷേകമായി, സാന്നിധ്യമായി, വചനമായി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ദൈവാരൂപിയെ വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കാമോ? സർവശക്തന്റെ ശക്തിയെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ ഒന്നു ചേർന്ന് വിളിക്കാമോ? ഏക മനസ്സോടെ വിളിക്കാമോ? ഏക സ്വരത്തിൽ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. കരമുയർത്തി പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവിന്റെ അഭിഷേകം, നിറഞ്ഞു കവിയണമേ, ദൈവത്തിന്റെ അഭിഷേകം, കവിഞ്ഞൊഴുകണമേ, ദൈവ സാന്നിധ്യം. അടിച്ച് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം ചെയ്യണമേ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകം ശരീരങ്ങളിലോ ഓരോ കോശങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതരങ്ങളിലോ ദൈവശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളിലോ കാതുകളിലോ കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ആന്തരിക നേത്രങ്ങളിലോ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കരങ്ങളുയർത്തി അഭിഷേകം വ്യാപരിക്കപ്പെടുവാൻ ഓരോ അവയവങ്ങളിലും ദൈവിക ശക്തി വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സൗഖ്യമായി,
വിടുതലായി, അനുഗ്രഹമായി, അഭിഷേകമായി ദൈവത്തിന്റെ സാന്നിധ്യം ശക്തി ശരീരത്തില് വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന്. അഭിഷേകം നിറയട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഇപ്പോൾ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഈശോയെ നിന്ന് വിളിക്കാം. അനുഗ്രഹിക്കുന്നവനെ വിളിക്കാം, അഭിഷേകം ചെയ്യുന്നവനെ വിളിക്കാം, ജീവൻ നൽകുന്നവനെ വിളിക്കാം. ഒന്നു ചേർന്ന് വിളിക്കാം. കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. സിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ, ആഗതനാകണമേ. സിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. എല്ലാവരും ചേർന്ന് സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ ചൊരിയണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, അമ്മയിൽ നിറഞ്ഞ പോലെ, നിറഞ്ഞു കവിയണമേ, ിൽ നിറഞ്ഞ പോലെ, ഒഴുകണമേ, വിശുദ്ധരിൽ നിറഞ്ഞതുപോലെ. പരിശുദ്ധാത്മാവേ എല്ലാവരും ചേർന്ന് നിറയണമേ, നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, ശക്തിയോടെ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ അഭിഷേകത്തോടെ നിറയണമേ, നിറഞ്ഞു കവിയണമേ, ശക്തി നിറയട്ടെ, ഒഴുകണമേ, സാന്നിധ്യം നിറയട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, സ്വരമുയർത്തി കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ, 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 കവിഞ്ഞൊഴുകണമേ. അടച്ച് കരം ഒരു നിമിഷം കൂട്ടിപ്പിടിച്ച് ദിവസനെ നമുക്കായിരിക്കാം. ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയോട് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കുക.
ഗത്സമൻ തോട്ടം മുതൽ ഗാഗുൽത്ത വരെ വേദനയുടെ മധ്യത്തിലൂടെ ഈശോ കടന്നുപോയത് നമ്മളുടെ വേദനകളെ ഏറ്റെടുത്തുകൊണ്ടാണ്. വേദനിക്കുന്ന എല്ലാ സംഭവങ്ങളെയും, വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളെയും, വേദനിപ്പിക്കുവാനുള്ള വരാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കുകയും ചെയ്തേ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വേദനകളും, നൊമ്പരങ്ങളും, രോഗങ്ങളും, പീഡകളും എല്ലാം അവൻ ഏറ്റെടുത്തു കഴിഞ്ഞതാണ്. അവിടുത്തോട് ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധി ഇല്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അവിടുത്തോട് ഐക്യപ്പെടുമ്പോൾ, തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുകയോ സൗഖ്യമായിട്ട്, അനുഗ്രഹമായിട്ട്. ആത്മാവിൽ നിറയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ മേലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയും ചെയ്യുന്നത്. ഒന്നാഗ്രഹിച്ചേ, ഗത്സമൻ തോട്ടം മുതൽ ഗാഗുൽത്ത വരെ കൂടെ നടന്ന ശിഷ്യന്മാര് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തെ നേടിക്കൊടുത്തിട്ട് പോലും തിരിച്ചറിയാത്ത ശിഷ്യന്മാര് ഈശോവേദനയുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അവരുറങ്ങുകയായിരുന്നു. ഈശോ 3 പ്രാവശ്യം വന്ന് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. സാധിക്കുന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞ് ഗത്സമൻ തോട്ടം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ സ്നേഹിച്ചിരുന്ന തന്റെ ശിഷ്യൻ സ്നേഹചുംബനത്താൽ ഈശോയെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. അപ്പോഴും തന്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നുവെന്ന് യേശു ചോദിച്ചപ്പോൾ അവരെല്ലാവരും പിന്നിലേക്ക് മറിഞ്ഞു വീണു. ദൈവശക്തി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത്രയേറെ ശക്തി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് എളിമയോട് ദൈവസന്നിധിയിൽ നിന്നുകൊടുക്കുകയാണ്. പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ തന്നെ സമർപ്പിച്ച പുത്രനായ യേശുനാഥൻ കടന്നുപോകുകയാണ്. ക്രൂശിക്കപ്പെടുവാൻ മനുഷ്യന്റെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ പരിണിതഫലമായി കടന്നു വന്നിരിക്കുന്ന ചില രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്ന്, തകർച്ചകളുടെ അവസ്ഥകളിൽ നിന്ന്, ദുഃഖത്തിന്റെയും നിരാശയുടെയും ആകുലതയുടെയും അവസ്ഥകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ ഈശോ പിലാത്തോസിന്റെ അരമനയിലേക്കും ജനമധ്യത്തിലേക്കും ഹെറോദേസിന്റെ കൊട്ടാരത്തിലേക്കും ഒക്കെ കടന്നു ചെല്ലുകയാണ്. ശക്തനായ ദൈവം ഒരു ദാസനെ പോലെ താഴാഴ്മയോടെ നമുക്ക് രക്ഷ നേടിത്തരുവാൻ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. കൽത്തൂണിൽ കെട്ടിക്കിട്ടുകൊണ്ട് നിർദാക്ഷിണ്യം പടയാളികൾ അവിടുത്തെ അടിക്കുന്നുണ്ട്. അവിടുന്ന് ഒന്നും തന്നെ ഉരിയാടുന്നില്ല. നിശബ്ദമായി നിന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തെ അവിടുന്ന് ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളെ അവിടുന്ന് ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ വേദനയിൽ നിന്ന് നമ്മെ അവിടുന്ന് മോചിപ്പിക്കുകയാണ്. ഓരോ മകനും മകളും പ്രാർത്ഥിച്ചേ, ഈശോയെ, ഒത്തിരിയേറെ വേദന എൻ്റെ ഉള്ളിലുണ്ട്, ഒത്തിരിയേറെ ആകുലതകളും നിരാശകളും എൻ്റെ ഉള്ളിലുണ്ട്. തകർന്നു പോകുന്ന അവസ്ഥകളിലാണ് ഞാനിന്നായിരിക്കുന്നത്. പിടിച്ചു നിൽക്കുവാൻ പോലും പറ്റുന്നില്ല, സഹായിക്കുവാൻ ആരും തന്നെയില്ല. ഈശോയെ, അവിടുന്ന് ആയിരുന്ന അവസ്ഥകളിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ ഈ വേദനകളെ, ഞങ്ങളുടെ ഈ പ്രയാസങ്ങളെ, ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളെ, ഞങ്ങളുടെ ഈ നിരാശയെ, ആകുലതയും എല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. ഓരോ മകനും മകളും പ്രാർത്ഥിച്ച് രോഗത്തിന്റെ പീഡയാല്, ശാരീരികമായ ഒത്തിരിയേറെ അസ്വസ്ഥതകളാല്, കുടുംബ പ്രശ്നത്താല് എല്ലാം വലയുന്ന മക്കൾ ഈ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം ഈശോ കാൽവരിയില് ബലിയായി തീർന്നുകൊണ്ട് അവിടുന്ന് ഏറ്റെടുത്തതാണ്. ഒത്തിരിയേറെ കേസുകളിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. 6 കോടതികളിലൂടെ ഈശോ കടന്നു പോകുകയാണ്. ഓരോ കേസുകളെയും അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട്, അവിടുന്ന് ആ പാപത്തെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. സഹായിക്കുവാൻ ആരും തന്നെ ഇല്ല. ആരുമില്ലാത്ത അവസ്ഥയിൽ
ആരുമില്ലാത്ത ആ സാഹചര്യങ്ങളിൽ അവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് യേശു മുന്നോട്ട് യാത്ര ചെയ്യുക. ആരുമില്ലാത്ത അവസ്ഥ, ആരോരില്ലാത്ത സാഹചര്യങ്ങൾ, ഇവയെല്ലാം യേശു ഏറ്റെടുത്തുകൊണ്ട് അവിടെ നമ്മുടെ കൂടെയായിരിക്കുകയാണ്. രക്ഷിക്കുവാൻ രക്ഷകനായ ദൈവം കൂടെയായിരിക്കുവാൻ മനുഷ്യന്റെ പാപങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിന്നിതാ പരിശുദ്ധ കുർബാനയായി അപ്പത്തിന്റെ രൂപത്തില് ഇന്ന് നമ്മുടെ കൂടെ വസിക്കുകയാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാനിലൂടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുകയാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഓരോ ദൈവത്തിന്റെയും ഉള്ളില് രക്ഷയായി രക്ഷകനായി ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആകുലതയും നിരാശയും കുറ്റബോധത്തെയും പാപപ്രേരണകളെയും ഉപേക്ഷിച്ചുകൊണ്ട്, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിത്യമായ രക്ഷയെ ആശ്രയിക്കുമ്പോൾ ശിക്ഷാവിധിയെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് നീക്കപ്പെടുകയും രക്ഷയുടെ പൂർണ്ണത നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. കരങ്ങളുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തുകയും അഭിഷേകം വ്യാപരിക്കട്ടെ. സർവ്വവേദനകളും സകല തകർച്ചകളും സകല ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം അവിടെ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് അവൻ കാൽവരിയില് ബലിയായി തീരുകയ. അവൻ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഈശോയെ എല്ലാ ദാരിദ്ര്യത്തെയും അവിടുന്ന് ഏറ്റെടുത്തപ്പോൾ അവിടുന്ന് പൂർണ്ണമായും വേദനിച്ച് കുരിശില് അവിടുന്ന് വിശന്ന് കുരിശിൽ കിടക്കുകയാ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം ഏറ്റെടുത്തപ്പോൾ അവിടുന്ന് നഗ്നനായി വേദനയുടെ മധ്യത്തില് വിശന്ന് അവിടുന്ന് കിടക്കുകയാ. ഈശോയെ സകലതിനെയും ഏറ്റെടുത്തുകൊണ്ട് സകലതിന്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് രക്ഷകനായ ദൈവം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടുമ്പോൾ തന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ശരീരങ്ങളിലോ കുടുംബങ്ങളിലോ വ്യക്തിജീവിതങ്ങളിലോ വെളിപ്പെടുന്നു. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ആ പരിശുദ്ധമായ രക്തം, കാൽവരി മലയുടെ നെറുകയില് ചിന്തിയ പരിശുദ്ധമായ രക്തം ഓരോ മകനിലേക്കും മകളിലേക്കും ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും, പാപപ്രേരണ തരുന്ന എല്ലാ അരൂപികളും, രോഗത്തിന്റെ പീഡ തരുന്ന എല്ലാ അശുദ്ധാരൂപികളും പൈശാചിക ശക്തികളും ശരീരങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ ബലിയുടെ ശക്തിയാല്, കാരുവിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലിയുടെ ശക്തിയാല് ശരീരങ്ങളിൽ നിന്ന് വിട്ടുകൊന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് എതിരായി നിൽക്കുന്ന സകല ദുഷ്ടവിശ്വാസികളും അവയുടെ പ്രവർത്തനങ്ങളും അപകടത്തിന്റെ, ദുരിതത്തിന്റെ, ദുരന്തത്തിന്റെ, കടബാധ്യതയുടെ എല്ലാ അരുവികളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, കർദിനാളിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, പത്രോസിന്റെ അധികാരത്തോട് ഞങ്ങൾ ഒന്നു ചേർന്നുകൊണ്ട് ഞങ്ങൾ യേശുനാമത്തില് കൽപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മയും വിട്ടകന്ന് നിത്യനരകത്തിലേക്ക് അവ നിബന്ധിക്കപ്പെടട്ടെ. മർക്കോസ് 16:17 വചനത്തിന്റെ ശക്തിയാൽ, ലൂക്കാ 10:19 തിരുവചനത്തിന്റെ ശക്തിയാൽ, യേശുനാമത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ വിട്ടകന്ന് നിത്യനരകത്തിലേക്ക് അവ നിബന്ധിക്കപ്പെടുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വരം ഉയർത്തി സ്തുതിച്ച്, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച്, വിശ്വാസത്തോടെ സ്തുതിച്ച്, അഭിഷേകത്തോടെ സ്തുതിച്ച്, ആത്മാവ് നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ, ദൈവിക രക്തം വ്യാപരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും ഒഴിയട്ടെ, എല്ലാ കെട്ടുകളും ഒഴിയട്ടെ, പൈശാചിക തിന്മകള് എല്ലാം നീങ്ങിപ്പോകട്ടെ. വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ? സകലതിനെ ഏറ്റെടുത്തവനെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? നിത്യരക്ഷ നേടിത്തന്നവനെ വിളിക്കാമോ? പരിശുദ്ധനായവനെ വിളിക്കാമോ? ഒന്നു ചേർന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയായി തീർന്നവനെ വിളിക്കാമോ?
പരിശുദ്ധ കുർബാനയെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ, എല്ലാ മകനിലേക്കും മകളിലേക്കും അഭിഷേക രക്തം ഒഴുകിയിറങ്ങട്ടെ. കഴുകണമേ ഈശോ, തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ, തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ, തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ, തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. വരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ, തിരുഹിതമെന്നെ നിറവേറ്റണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ, തിരുരക്തമെന്നെ നിറവേറ്റണമേ ഈശോ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. നിന്റെ ഹിതം എന്നിൽ നിറവേറ്റണമേ ഈശോയെ, നിന്റെ ഇഷ്ടമെല്ലാം എന്നിൽ നിറവേറ്റണമേ. അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിച്ച് നിന്റെ ഹിതമെന്നിൽ നിറവേറ്റണമേ എന്ന് ഓരോ മകനും മകളും ഈശോയോട് പ്രാർത്ഥിക്കുകയും, ഈശോയെ അവിടുത്തെ ഹിതം മാത്രം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തിയൊന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറപ്പെടട്ടെ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ ഞാൻ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് ഓരോ മകനും മകളും ഈശോയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് അവിടുത്തെ രക്തത്താൽ വിലാപ്പുറത്ത് ഒഴുകിയിറങ്ങിയ, തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ പരിശുദ്ധമായ രക്തത്താൽ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ കഴുകപ്പെടട്ടെ. ഹൃദയതലങ്ങള് യേശുവിന്റെ പരിശുദ്ധമായ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ശരീരം മുഴുവൻ വിശുദ്ധി കൊണ്ട് നിറയട്ടെ. ഈ ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഓരോ മകനും മകളും യേശുവിനെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ഭാഷയിൽ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാൻ കേട്ട വലിയ സ്വരത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. എല്ലാ അപകടത്തിന്റെ അരൂപികളും നീങ്ങിപ്പോകട്ടെ. അപകടത്തിന്റെ എല്ലാ ദുഷ്ടവിശ്വാസികളും ജീവിതങ്ങളിൽ നിന്ന് യേശുനാമത്തില് അഴിഞ്ഞു നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഈ കൂട്ടായ്മ പരിപൂർണമായും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ പൊതിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മക്കളും, ഇവിടെയും വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന ഓരോ മകനും മകളും പരിശുദ്ധമായ രക്തത്തിന്റെ മറവില് ഒളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളുയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവിന്റെ രക്തത്തിന്റെ മറവില് ഓരോ മകനും മകളും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താല് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ഓരോ മകനും മകളും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താല് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അപകടത്തിന്റെ അരൂപികളും യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. രക്ഷകനായ ദൈവത്തെ വിളിക്കാം.
സർവശക്തനായവനെ വിളിക്കാം. രക്ഷകനായ ഈശോയെ വിളിക്കാം. ഒന്നു ചേർന്ന് വിളിക്കാം. കരമടിച്ച് വീണ്ടും നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം നിറയട്ടെ. ദൈവഹിതം എല്ലാ മക്കളിലും നിറവേറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ. എല്ലാവരും ദാഹത്തോടെ വചനം ഘോഷിപ്പാൻ കൃപയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ. വചനം ഘോഷിപ്പാൻ കൃപയേകണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ. തിരുഹിതമെന്നിൽ നിറവേറ്റണമേ 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 ഈശോ. എല്ലാ ബന്ധങ്ങളായിട്ട് കിട്ടുള്ള എല്ലാ അടിയുടെ ഒരു നിമിഷം കരങ്ങൾ കോപ്പി പിടിച്ച് ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ച് എന്നെ രക്ഷിച്ച എന്റെ ദൈവം പാപത്തെ മുഴുവൻ പാപബന്ധനങ്ങളെ മുഴുവൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ മരിച്ച് സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട യേശുനാഥൻ പിതാവിന്റെ ആത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിത്യരക്ഷയായി രക്ഷകനായി അവിടുന്ന് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ശരീരങ്ങളിലേക്ക് വന്നു നിറയപ്പെടുകയാണ്. പരിശുദ്ധമായ കൂദാശയിലൂടെ ദൈവ സാന്നിധ്യം നമ്മുടെ ശരീരങ്ങളിൽ വന്ന് നിറഞ്ഞ് വെളിപ്പെടുന്നു. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഈശോയെ കൂദാശകളിലൂടെ അവിടുന്ന് ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുന്നുണ്ട്. ആ മഹത്വം ഞങ്ങളുടെ ശരീരത്തിൽ നിരന്തരം വെളിപ്പെട്ട് നിൽക്കുവാനുള്ള ദൈവാനുഗ്രഹം ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുവാനുള്ള ആ വലിയ കൃപ നമുക്ക് നിമിഷം ആഗ്രഹിക്കാം. പാപത്തെയും പാപ സാഹചര്യത്തെയും അശുദ്ധമായ ഹൃദയത്തെ വിട്ടുകൊടുത്തുകൊണ്ട് വിശുദ്ധമായ ഹൃദയത്തെ നമുക്ക് നിമിഷങ്ങളിൽ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്വസ്ഥമായിരുന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധാപൂർവ്വം നമുക്ക് കേൾക്കാം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 13 മുതൽ തിരുവചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു: അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നു. നന്മയായിട്ടുള്ള പ്രവൃത്തി, നന്മ പ്രവൃത്തി ഒരിക്കലും നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നില്ല. പൗലോസ് പറയുക, ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആ പ്രവൃത്തിയിലൂടെ ഒരിക്കലും നാശത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് കടന്നു പോകുന്നില്ല. അതവന്റെ മരണത്തിന്, ആത്മീയവും ഭൗതികമായ നാശത്തിന് അത് കാരണമായി ഭവിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുക. മരണത്തിലേക്ക് അല്ലെങ്കിൽ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് അപകടത്തിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന സംഭവം എന്താ? പാപകരമായ ചില ചിന്താഗതികൾ അല്ലെങ്കിൽ പാപകരമായ ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. നമ്മൾ എങ്ങനെയുള്ളവരായിത്തീരണം? നന്മ ഉള്ളവരായിത്തീരണം. ആണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി. നന്മ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. പിന്നെ വല്ല പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നമില്ല. മനുഷ്യനിൽ നന്മ വെളിപ്പെട്ടാൽ അവന്റെ കൂടെ കർത്താവ് എന്നേക്കും
വസിക്കുന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി. ഇവിടെ ഒത്തിരി പ്രാവശ്യം വിളിപ്പിക്കുന്നത് എന്തിനാ? അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചാൽ രക്ഷ പ്രാപിച്ചു. ഈശോയെന്ന് വിളിച്ച അപ്പോസ്തല പ്രവർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഈശോയെന്ന് വിളിച്ച സൗഖ്യോർപ്പ, രക്ഷയോർപ്പ. അതുകൊണ്ടാണ് പല പ്രാവശ്യം നിങ്ങളെ കൊണ്ട് ഈശോയെ ഈശോയെന്ന് വിളിപ്പിക്കുന്നത്. നാമം ഒന്ന് വിളിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകൻ കടന്നു വരികയും വചനം വെളിപ്പെടും. അവിടുത്തെ നാമമാണ്, അത് വചനമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പൗലോസ് പറയുന്നേ? നന്മയുള്ളവരായിരിക്കണം. നന്മ ഒരിക്കലും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമ്മളെങ്ങനെ ഏത് പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം? നന്മ പ്രവൃത്തികൾ, ഓരോ പ്രവൃത്തിയും നന്മയായിരിക്കണം, ദൈവഹിത പ്രകാരമുള്ളതായിരിക്കണമെന്ന് ദൈവമായ കർത്താവ് അപ്പസ്തോലന്മാരിലൂടെ നമ്മോട് പറയുകയും, പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. പാപമാണ് നന്മയായിട്ടുള്ള എന്നിലൂടെ കടന്നു വന്ന് അത് മരണത്തിലേക്ക് നയിച്ചത്. നന്മയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തകർച്ചയിലെ പൈശാചിക പീഡകൾ കടന്നു വരുന്ന എപ്പോഴാ? പാപകരമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഈ പാപകരമായ സാഹചര്യമാണ്, അല്ലെങ്കിൽ പാപകരമായ അവസ്ഥയാണ് അവനെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള മരണത്തിലേക്ക്, അല്ലെങ്കിൽ അധഃപതനത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കുന്നതെന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്. പൗലോസ് അതെല്ലാം പിടികിട്ടി. എപ്പോഴാ? തിന്മ പ്രവർത്തിച്ച് മുന്നോട്ട് പോയപ്പോഴാ കുറെ നന്മയുണ്ടായിരുന്നു. ആ നന്മയിലേക്ക് ദൈവിക ശക്തി മിന്നലൊളി പോലെ കടന്നു വന്നപ്പോൾ, തിന്മയായതെല്ലാം വിട്ടകന്നപ്പോൾ ആ വ്യക്തി ദൈവ സാന്നിധ്യമായി രൂപപ്പെട്ട് കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പൗലോസ് റോമായിലെ സഭയോട് പറയുന്നത് എന്താ? നന്മയായിട്ടുള്ളത് പ്രവർത്തിച്ചാൽ നിങ്ങളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങളുള്ള പാപകരമായ ചില പ്രവൃത്തികൾ, അതിലൂടെ നന്മ ചെയ്യുന്ന നിങ്ങളില് പാപകരമായ ചില പ്രവൃത്തികൾ കടന്നുകൂടുമ്പോൾ ആ പാപകരമായ സാഹചര്യങ്ങളിലൂടെയാണ് തിന്മയുടെ സ്വാധീനങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നതെന്ന് പൗലോസ് വ്യക്തമാക്കുക. ഇവിടെ എങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധി വരുന്ന എപ്പോഴാ? നന്മ പ്രവൃത്തിയിലൂടെ അല്ല വരുന്നത്. തിന്മ പ്രവർത്തിക്കുന്ന ചില പ്രവൃത്തിയുടെ പരിണിതഫലമായിട്ടാണ് ചില തകർച്ചകള്, കടബാധ്യതകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, അപകടങ്ങള്, കെണികള് ഒക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് നന്മ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ രൂപപ്പെടണം. മരണം വരെയും നമ്മൾ മല്ലടിക്കുക, നല്ല പണിയാ. നന്മ പ്രവർത്തിക്കണം. എന്ത് ചെയ്യണം? മരണം വരെയും നന്മ പ്രവർത്തിക്കുവാനുള്ള നന്മ പ്രവർത്തിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്നിരിക്കുമ്പം ഈ അരൂപി നമ്മളെ, ഈ നന്മയുടെ അരൂപി നമ്മളെ എങ്ങോട്ട് വയ്ക്കും? നന്മയിലേക്ക് നയിക്കും. തിന്മ ആഗ്രഹിക്കുമ്പോൾ, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ആഗ്രഹിക്കുമ്പോൾ, പാപത്തിലേക്കും പാപ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന തിന്മയുടെ അരൂപി നമ്മളെ നയിക്കുന്നത് മരണത്തിലേക്കാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിക്കാമോ? പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. ഇത് പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ്. അപ്പൊ കൽപ്പനകളും പ്രമാണങ്ങളും ലംഘിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നേ? അതിലൂടെ എന്താ വരുന്ന? തിന്മയുടെ സ്വാധീനങ്ങള് നമ്മുടെ ജീവിതങ്ങളിലേക്ക്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയാണ് തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ ആ വഴികളിലൂടെ ആര് കടന്നു വരും? തിന്മ പ്രവർത്തിക്കുന്നത് ചിലപ്പം വ്യക്തമായിട്ട് നമുക്ക് പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലായി ഈ വ്യക്തി പ്രവർത്തിക്കുന്ന തിന്മയാണ്. പക്ഷേ ആ വ്യക്തിയോട് പറഞ്ഞാൽ അത് തിന്മയാണെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നില്ല. വീണ്ടും ആ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനോ, അല്ലെ ദൈവവചനത്തോട് ചേർന്ന്, അല്ലെ ദൈവവചനം കേൾക്കാനോ അതനുസരിച്ച് ജീവിക്കുവാനോ, കൽപ്പനകളോ പ്രമാണങ്ങളോ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുമെന്ന് സംഭവിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുവാൻ നമുക്ക് പ്രേരണ. തിന്മയാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തരും. പൗലോസ് പറയുക, കൽപ്പനകളും പ്രമാണങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കുമ്പോഴാണ്
എന്ത് സംഭവിക്കുന്നേ? നെഗറ്റീവ് എനർജി, നെഗറ്റീവായിട്ടുള്ള ശക്തി നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുന്നത്. അത് നമ്മളെ എങ്ങോട്ട് നന്മയിലേക്ക് നയിക്കുന്നില്ല. പാപകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന തിന്മയുടെ അരൂപി നമ്മളെ അവസാനം കൊണ്ട് എത്തിക്കുന്നത് മരണത്തിലാണെന്ന് പറയാം. ആത്മീയമായ മരണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ബലി അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ബലി അർപ്പിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. കാഴ്ചയൊക്കെ അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദശാംശം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉള്ളിലുള്ള പാപത്തിന്റെ ആ പ്രേരണ തരുന്ന അരൂപി ഈ പ്രവർത്തിക്ക് നന്മ ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. അത് മരണത്തിലേക്ക് നയിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ച് തമ്പുരാനെ ഒരിക്കൽ കൂടി ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. അഭിഷേകം നിറയട്ടെന്നേ. വചനത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. തിരിച്ചറിവിന്റെ വലിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമം ആത്മീയമാണെന്ന് നമുക്കറിയാം. നിയമം നൽകിയിരിക്കുന്ന ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നിയമം നൽകിയിരിക്കുന്നത്. കൽപ്പനകൾ എന്തിനാണ് നൽകിയിരിക്കുന്നത്? ദൈവത്തിലേക്ക് വളരുവാൻ വേണ്ടിയാണ് കൽപ്പനകളും പ്രമാണങ്ങളും ദൈവം നമുക്ക് നൽകിയത്. ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്തിൽ നിന്ന് കടന്നു വന്ന ഇസ്രായേൽ ജനത്തിന് കർത്താവ് കൽപ്പനകൾ കൊടുക്കുക, 10 പ്രമാണങ്ങൾ കൊടുത്തുകൊണ്ട് ഇതനുസരിച്ചാൽ നിങ്ങൾ ദൈവത്തിലേക്ക് വളരും. പ്രിയപ്പെട്ടവരെ, വചനം വായിച്ച് വചനം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ആരെ പോലെ ആയിത്തീരുക? ദൈവത്തെ പോലെ, ദൈവപുത്രനെ പോലെ നാം ആയിത്തീരുക. പത്രോസും യാക്കോബും യോഹന്നാനും യേശുവിന്റെ ശിഷ്യന്മാര് എല്ലാവരും ആരെ പോലെ ആയിത്തീർന്നു? യേശുവിനെ പോലെ ആയിത്തീരുക. ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ ആരംഭിച്ചപ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ അവരാരംഭിച്ചപ്പോൾ, പ്രിയപ്പെട്ടവർ, അവരിലൂടെ എന്ത് സംഭവിച്ചേ? അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഒക്കെ അവരിലൂടെ പ്രവഹിക്കാൻ തുടങ്ങി. അവർ വചനം പ്രഘോഷിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടാനായിട്ട് ആരംഭിച്ചു. പാപത്തിലൂടെ കടന്നു പോകുന്നെങ്കിലോ, പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലോ ദൈവസാന്നിധ്യം, വിശ്വാസം അവിടെ കടന്നു വരുന്നില്ല. വിശ്വാസത്തിലൂടെയാണ്, അല്ലെങ്കിൽ കൽപ്പനകളും പ്രമാണങ്ങളും വചനങ്ങളും അനുസരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് വളരുന്നത്. നമ്മൾ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ലോകത്തിന്റെ മോഹങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ജഡത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് ജഡിക മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിലേക്ക് നാം വളരുന്നില്ല. ദൈവത്തെ പോലെ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കത്തില്ല. എന്തിനാ വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വന്ന് വസിക്കുന്നതിന് വേണ്ടിയിട്ടാ? ആ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി തരുവാൻ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വന്നു വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് പറയും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കുന്നത് നന്മ ചെയ്യുവാനാ, പക്ഷെ പ്രവർത്തിക്കുന്നതോ തിന്മയാണ്. ദൈവത്തെ അനുഭവിക്കുവാൻ, പൂർണ്ണമായിട്ട് അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. ഞാൻ ഇച്ഛിക്കുന്നത് ദൈവിക നന്മയാണെങ്കിൽ പ്രവൃത്തിയും അതുതന്നെ ആയിരിക്കണം. അതിന് ശക്തി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നന്മ പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് ശക്തി തരുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഒന്ന് മാത്രം പറഞ്ഞുള്ളൂ, സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. പിതാവിന്റെ അടുത്ത് ചെന്നാൽ ഞാൻ അപ്പനോട് പറയും, അപ്പന്റെ ആത്മാവിനെ ഇവർക്ക് കൊടുക്കണമേ. അപ്പന്റെ ആത്മാവ് ഇവരിലേക്ക് വന്ന് ആവശ്യിക്കുമ്പോൾ പാപത്തെ പരാജയപ്പെടുത്തുവാൻ അപ്പന്റെ ആത്മാവ് ശക്തി കൊടുക്കും. കരമയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വലിയ ദൈവസാന്നിധ്യത്തെ, ഈ ദൈവ അനുഭവത്തെ പൂർണ്ണമായും അനുഭവിച്ച യേശു ക്രിസ്തു എവിടെ വെച്ച് സ്വീകരിച്ചേ? ജോർദാനിലോ സ്നാപ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തില് പുത്രൻ തമ്പുരാനിലേക്ക് ആവസിച്ചപ്പോൾ ഈ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി 40 രാവും പകലും പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോയപ്പോൾ ഈ ആത്മാവാണ് ആ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ശക്തി കൊടുത്തത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? പിതാവായ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തില് വെളിപ്പെട്ടാല്, ആത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞാല് പാപത്തെ പരാജയപ്പെടുത്തുവാൻ, മദ്യത്തെയും മയക്കുമരുന്നിനെയും ജഡികമായ ആസക്തികളെയും പരാജയപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമുക്ക് ശക്തി തരും. പാപ പ്രലോഭനങ്ങളിൽ
അകപ്പെടാതെ സംരക്ഷിക്കുവാൻ ദൈവാത്മാവിന് സാധിക്കും. കരങ്ങൾ ഉയർത്തി നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മാമോദിസ ലഭിച്ച ദൈവിക വരപ്രസാദം ഓരോ വ്യക്തികളിലും വ്യക്തമായിട്ടും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്വതന്ത്രമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഈ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ. ആത്മാവ് വെളിപ്പെടട്ടെ. വിശുദ്ധരിൽ വെളിപ്പെട്ടതുപോലെ, വിശുദ്ധ ശരീരങ്ങളിലോ ആത്മാവ് വെളിപ്പെട്ടതുപോലെ ഓരോ ശരീരവും വിശുദ്ധമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ അവനിൽ നിന്ന് വലിയ പ്രകാശം വ്യാപരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തിയിലും ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിക്കാമോ? ഞാൻ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുമെന്നതിനെ ആ നിയമ ലംഘനമാണ് ചെയ്യുന്നത്. ആ നിയമം എന്തിനാ? ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് നിയമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ദൈവത്തിലേക്ക് വളരുകയാണ്. ഓരോ ദൈവവേദലും ദൈവത്തിലേക്ക് വളരുകയാണ്. എത്ര ആഴമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാരൂപി സാവൂളിലേക്ക് കടന്നു ചെന്നപ്പോൾ പൗലോസായി രൂപപ്പെട്ടപ്പോൾ എത്ര വ്യക്തമായിട്ടാണ് തിരുവചനം മനസ്സിലായത്. ഈശോ പറഞ്ഞ കാര്യങ്ങള് വ്യക്തമാകുക. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇത് സാധിക്കാതെ വരുന്ന എന്തുകൊണ്ടാ? നിയമം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാ? ദൈവത്തിലേക്ക് വളരുവാൻ വേണ്ടിയിട്ട്. ദൈവത്തിലേക്കുള്ള വളർച്ചയാണ് നിയമം. നിയമം ഉള്ളത് കൊണ്ടാണ് പാപം നമുക്ക് വെളിപ്പെടുന്നത്. മനസ്സിലാകും. നിയമം ഇല്ലെങ്കിൽ പാപം വെളിപ്പെടുന്നില്ല, പാപം നമുക്ക് മനസ്സിലാകുന്നില്ല. നിയമം തന്നിരിക്കുന്ന പാപത്തെ തിരിച്ചറിഞ്ഞ് പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തിലേക്ക് വളർന്ന ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് അവിടുന്ന് നിയമം മോശ വഴി നമുക്ക് നൽകിയത്. അനുസരിക്കുമ്പോൾ ഓരോ മകനും മകളും ദൈവത്തിലേക്ക് വളരും. ഈ പ്രമാണം ലംഘിക്കുമ്പോൾ ഇതിന് പ്രേരണ തരുന്നത്, ദുഷ്പ്രേരണ തരുന്ന ആരാ? അന്ധകാരമാണ്. ഈ വ്യക്തി എങ്ങോട്ടാ പോകുന്നേ? ഈ അന്ധകാരത്തിലേക്ക് പോകുന്നേ. ഈ അന്ധകാരത്തിൽ പോയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്കൊന്നും തന്നെ ഇല്ല. എനിക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. എവിടെ ചെന്നപ്പോഴാ? അന്ധകാരത്തിലേക്ക് പാപത്തിന്റെ പരിണിത ഫലമായി പാപത്തിന്റെ വഴികളിലൂടെ വ്യാപരിച്ചപ്പോൾ അവസാനം എത്തിയത് മരണത്തിലേക്ക്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മരണാവസ്ഥയിലേക്ക് നാം കടന്നു ചെന്നത് നമ്മുടെ പിതാക്കന്മാര് ചെയ്തു പോയ ചില പാപത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോഴാ. അവർ ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ മേലുള്ള ആധിപത്യം വർദ്ധിച്ചു വരിക. അഭിഷേകം നഷ്ടപ്പെടുകയാണ്. അഭിഷേകം നഷ്ടപ്പെടും. നല്ല സമ്പന്ന കുടുംബം, ഒരു കാലഘട്ടത്തില് വർഷങ്ങൾക്ക് മുമ്പ്, തലമുറകൾക്ക് മുമ്പില് നല്ല സമ്പന്നമായ ഒരു കുടുംബം, ദൈവാനുഗ്രഹം ഉണ്ടായിരുന്ന ഒരു കുടുംബം. 2 തലമുറകള് മധ്യത്തിലൂടെ കടന്നുപോയപ്പോൾ ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അഭിഷേകം നഷ്ടപ്പെടുകയാ, സമൃദ്ധി നഷ്ടപ്പെടുകയാ. ഇനി ഈ തലമുറ എന്ത് ചെയ്യണ്ടേ? ആ പാപത്തിന്, അവർ ചെയ്തു കൂട്ടിയ പാപത്തിന് പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവരിൽ വെളിപ്പെടും. ഇച്ഛിക്കാത്ത തിന്മയിലേക്ക്, ദൈവം ആഗ്രഹിക്കാത്ത പാപ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അല്ല ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ല. ദൈവത്തിന്റെ സമൃദ്ധി നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരികയാണ്. സമൃദ്ധി നഷ്ടപ്പെടുന്നതിന് കാരണം പാപത്തിലേക്ക് കടന്നു പോകും. നമ്മൾ അറിയുന്നൊന്നുമില്ല. ഒരു ദിവസം തപ്പി കണ്ടുപിടിക്കുക. ഇച്ഛിക്കാത്ത ചെയ്തു പോയി. വീണ്ടും അത് ചെയ്യാതിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. നന്മയിലൂടെ മാത്രം വ്യാപരിക്കുന്നത്. നന്മ ചെയ്താല് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. പാപത്തിലേക്ക് വെറുപ്പും വൈരാഗ്യവും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടിരുന്നായിരുന്നു ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ കൗൺസിലിംഗ് വന്നപ്പോൾ ഒരു ഹിന്ദു ക്രൈസ്തവ സഹോദരിയെ സ്നേഹിച്ചു. അവൾ അവസാനം അവളുടെ ഇതിലുള്ള തന്നെ ഒരുത്തനെ വിവാഹം കഴിച്ചു. ഇവൻ അടുത്ത് വരുമ്പോ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ശരീരത്തിൽ മുഴുവൻ വേദന തരുക.
എനിക്ക് ഭയങ്കരമായിട്ട് ശരീരം മുഴുവൻ ഈ സഹോദരൻ വന്ന് അടുത്തിരിക്കുമ്പോൾ വേദന അനുഭവിക്കുക. കാരണം ഈ സഹോദരന്റെ ഉള്ളിലുള്ള വെറുപ്പാണ് പരിശുദ്ധാത്മാവ് ശരീരത്തില് അത്ര ഹൃദയത്തില് വൈരാഗ്യം, വെറുപ്പ, വേദനയാ. ആ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഈ സഹോദരനോട് ചെയ്ത ആ പ്രവൃത്തി ഓർക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ആ പെൺകുട്ടിയെ നശിപ്പിച്ചു കളയാൻ, അല്ലെങ്കിൽ അവളെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് നശിപ്പിച്ചു കളയാനുള്ള ആഗ്രഹമാണ് പരിശുദ്ധാത്മാവ് ശരീരത്തില് വെളിപ്പെടുത്തി. ആദ്യം ചോദിച്ചു പറയാം, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നം തന്നെ, അങ്ങനെ ഒരു പാപത്തിന്റെ അവസ്ഥ എന്റെ ശരീരത്തിലോ മനസ്സിലോ ഒന്നും തന്നെ ഇല്ല. പ്രശ്നം കഴിഞ്ഞപ്പോ വെളിപ്പെടാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. ഇതാ സംഭവം. ഒരു പെൺകുട്ടിയായിട്ടുള്ള ബന്ധം അത് തകർക്കപ്പെട്ട ദൈവത്തിന്റെ പദ്ധതിയാ. ഇത് തകർന്നിരിക്കണം, അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് തമ്പുരാൻ അവിടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോ അത് മാറിപ്പോയി. ഇനി എന്നാ സംഭവിക്കണ്ടേ? ജീവിതത്തിൽ അഭിവൃദ്ധിയില്ല. ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി, പക്ഷെ യാതൊരു തരത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകുന്നില്ല. തിരിച്ചു പോരേണ്ട ഗതികേട് വരികയാണ്. ഇതിന് കാരണം തന്നുള്ള പാപമാണ്, ആ വ്യക്തിയോടുള്ള വൈരാഗ്യം. ഈ സഹോദരൻ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഇപ്രകാരം വരും. ദൈവം കാണുന്നത് എങ്ങനെയാ? സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് ഹൃദയത്തില് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന ബലിയിലൂടെ ഈ വ്യക്തിക്ക് രക്ഷ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. രക്ഷപ്പെടുന്നില്ല. നിരുപാധികം നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ വിഷമിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കാതെ കർത്താവ് അർപ്പിച്ച കാൽവരി ബലി, അതിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷ അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞ, നീ ബലിപീഠത്തില് ബലി അർപ്പിക്കുവാൻ നീ കടന്നു വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യപ്പെട്ടിട്ട് വന്ന് ബലി അർപ്പിക്കുവാൻ നിന്റെ ഹൃദയത്തിലോ വൈരാഗ്യോ വെറുപ്പോ ദൈവയിച്ഛപ്രകാരമല്ലാത്ത ഏതെങ്കിലുമൊക്കെ ദുഷ്ടത നിന്റെ ഹൃദയത്തിലോ തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലോ യേശുക്രിസ്തുവുമായി ഐക്യപ്പെടുവാൻ സാധിക്കത്തില്ല. ശിക്ഷാവിധിയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വരും. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയില് ആ സഹോദരിയോട് ഇങ്ങനെ പെരുമാറാൻ, അല്ലെങ്കിൽ അവളുടെ നാശം കാണാൻ ഞാൻ ആഗ്രഹിക്കും. അവളുടെ നാശം കാണാനിരിക്കുക. ഇവിടെ ആരാ നശിക്കുന്നേ? ഈ കാണാനിരിക്കുന്നവൻ ആ അളവുകോല് കൊണ്ട് അവൻ അളന്നു കൊടുത്തോണ്ടിരിക്കുക. ഇവൻ നശിക്കുക. അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൾ മറ്റൊരുവനെ വിവാഹം കഴിച്ച് അവൾ സുഖമായിട്ട് അവളുടെ യഥാർത്ഥ വാരിയലിനെ കണ്ടെത്തി, എവിടുന്ന് ആ വാരിയൽ എടുത്തെന്ന് അവൾ തിരിച്ചറിഞ്ഞ് അവൾ ആ ശരീരത്തോട് ചേർന്നപ്പോൾ അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം എവിടെയാ? ആരാണ്ട്ര വാരിയലില് ആഗ്രഹിച്ച ഇവന്റെ ജീവിതത്തില് വലിയ തകർച്ചകൾ കടന്നു വരികയാ. ഈ വല്ലോരുടെയൊക്കെ നോക്കി നടക്കും. എന്നാ സംഭവിക്കും? ജീവിതം അവസാനം നാശത്തിൽ ചേരുന്നില്ലെന്നേ. തെറ്റായ സ്നേഹബന്ധങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വിവാഹം അത് പൂർണ്ണത പ്രാപിക്കാത്തത് എന്തുകൊണ്ട്? ആരാണ്ട്ര വാരിയല്ല, എന്റേതാണ്, അവിടുന്ന് ഉരിയെടുത്തെന്നോർത്ത് ഞാൻ അങ്ങോട്ട് പോവുക. അവിടെ ചെന്ന് ചേർത്ത് വെച്ചാൽ അത് ചേർന്നിരിക്കുന്നില്ല. ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തിയല്ല. ജഡത്തിന്റെ മോഹമനുസരിച്ച് പ്രവർത്തിക്കുമ്പോ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നില്ല. അനുതപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കരമുയർത്തി സ്തുതിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തെ സന്തോഷിപ്പിച്ചാലേ ദൈവിക സന്തോഷം നമ്മളിൽ നിലനിൽക്കത്തുള്ളൂ. സ്വർഗത്തെ സന്തോഷിപ്പിച്ചാലേ സ്വർഗീയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കത്തുള്ളൂ. ജഡിക മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തില്ല. ദൈവാനുഗ്രഹം കിട്ടത്തില്ല. അവനെന്ത് സംഭവിക്കും? ദാരിദ്ര്യത്തിൽ അകപ്പെടും. എങ്ങനെയുള്ള ദാരിദ്ര്യമില്ല? സ്നേഹം കിട്ടത്തില്ലാത്ത അവസ്ഥ, സമാധാനം കിട്ടത്തില്ലാത്ത അവസ്ഥ, സന്തോഷം കിട്ടത്തില്ലാത്ത അവസ്ഥ, സമൃദ്ധി ലഭിക്കപ്പെടാത്ത അവസ്ഥ. അവൻ ദാരിദ്ര്യത്തിൽ അകപ്പെടും. വചനമാ. വചനം ലംഘിക്കുമ്പോൾ എന്നെ സംഭവിക്കുന്നേ? കർത്താവ് പറഞ്ഞോട് നിനക്ക് ദുരിതം. മദ്യപാനിയോട് പറഞ്ഞ നിനക്ക് ദുരിതമാ. മദ്യപാനം ചെയ്തെന്ന് സംഭവിക്കും? അവന്റെ ജീവിതത്തിൽ ദുരിതം കടന്നു വരും. ദൈവത്തിന്റെ വചനം അനുസരിച്ചാലോ സമൃദ്ധി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ലംഘിച്ചാലോ എന്ത് സംഭവിക്കുന്നേ? തകർച്ച, ദാരിദ്ര്യം, പട്ടിണി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നിയമലംഘനം. പാപം നിയമത്തിന്റെ ലംഘനമാണ്.
നിയമലംഘനം നടത്തുമ്പോൾ, നിയമം ലംഘിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുക, ദൈവത്തിലേക്കുള്ള വളർച്ച നമുക്ക് നഷ്ടപ്പെടുകയും, സ്വർഗത്തോളം വളരുക. ആത്മീയമായിട്ട് ഒരു വ്യക്തി സ്വർഗത്തോളം വളർന്നാൽ സ്വർഗീയ അഭിഷേകം അവനോടൊത്ത് വളരും. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? നമ്മുടെ ആഗ്രഹം എന്നാ? 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ സാലറിയുള്ള ജോലി കിട്ടിയാൽ രക്ഷപ്പെട്ടു. രക്ഷ എവിടെയാ? സമ്പത്തിലാ. മോനും മരുമകളൂടെ അങ്ങോട്ട് പോയാൽ രക്ഷപ്പെടും, രക്ഷപ്പെടും. ആഗ്രഹ ആരെങ്കിലും ജഡത്തിന്റെ ആഗ്രഹ. ഇവിടെ രക്ഷ യേശു ക്രിസ്തുവിലൂടെയാ. നീ ആത്മീയമായിട്ട് നീ വചനമനുസരിച്ച് എന്തുമാത്രം വളരുന്നോ അത്രമാത്രം ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ദൈവം അനുവദിക്കുക, ദൈവത്തെ പോലെ ആയിത്തീരുക. പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ അനുഭവിച്ച ആ സ്വർഗീയ സ്വാതന്ത്ര്യം, ആ സ്വർഗീയ അഭിഷേകം, പാപത്തെ പരാജയപ്പെടുത്താനുള്ള ശക്തി, സകലതിനെയും പരാജയപ്പെടുത്തുവാനുള്ള ശക്തി നമുക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുക. നമ്മളെങ്ങനെയായിരിക്കണം? നിയമം അനുസരിച്ച് കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും വചനങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കും. പാപം ചെയ്ത് നിയമം ലംഘിക്കപ്പെട്ട് നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അഭിഷേകം തീർന്നു പോവുക. അഭിഷേകം നഷ്ടപ്പെടുക, കൃപ നഷ്ടപ്പെടുക, സമാധാനം നഷ്ടപ്പെടുക, സ്വസ്ഥത നഷ്ടപ്പെടുക, കുടുംബത്തിലുള്ള ആ വലിയ സമൃദ്ധി നഷ്ടപ്പെടുകയാണ്. വചനം അനുസരിക്കുക. വചനം കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അന്ന് ആരാധിച്ചിട്ട് പോകാനാണേ എല്ലാവർക്കും ഇഷ്ടം. വലിയ പാടൊന്നുമില്ല. ഒന്ന് സ്തുതിച്ച് കൈയൊക്കെ അടിച്ച് പാടി പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോവാം. വെറും കൈയോടെ പോകുക. വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് അവിടുന്ന് സമ്പന്നരാക്കും. ആത്മീയമായി വചനം കേൾക്കുവാനുള്ള ദാഹം, ദൈവത്തെ ആരാധിക്കുവാനുള്ള ദാഹം. പ്രിയപ്പെട്ടവരെ, അവനെ അവിടുന്ന് ദൈവം ചെയ്യുന്ന ആത്മീയമായിട്ട് അഭിഷേകം അല്ലെ ഭൗതികമായിട്ട് അഭിഷേകം ചെയ്ത് അവനെ ദൈവം സമ്പന്നനാക്കുമെന്ന് മറിയം പറഞ്ഞേ. പരിശുദ്ധ കന്യാമറിയം ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രഗീതത്തിലൂടെ പറയുക, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക, സ്തോത്രഗീതം ആലപിച്ച് ദൈവത്തെ ആരാധിക്കുക. വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് അവിടുന്ന് സമ്പന്നരാക്കും. എന്താഗ്രഹം? വചനം കേൾക്കാനുള്ള തീഷ്ണത, ആദിമസഭയിലെ ചൈതന്യത. പരിശുദ്ധാരൂപിയെ കിട്ടിയപ്പോൾ വചനം കേൾക്കുവാൻ ഉള്ള തീഷ്ണതയോടെ അവർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുക. പത്രോസും പൗലോസും യാക്കോബും യോഹന്നാനും ഒക്കെ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദാഹത്തോടെ തീഷ്ണതയോടെ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ കേട്ട വചനങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ നിലനിൽക്കുകയും ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്തു. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നതെങ്കിൽ ജഡമോഹങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾ ഒരിക്കലും ജീവിക്കത്തില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ പ്രേരണ അനുസരിച്ച് ഒരിക്കലും വ്യാപരിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് മദ്യഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് വ്യഭിചാരത്തിലേക്കോ സ്വയംഭോഗത്തിലേക്കോ സ്വവർഗഭോഗത്തിലേക്കോ നയിക്കുന്നില്ല. ഇത് ജഡത്തിന്റെ പ്രേരണയാണ്. ഈ ജഡിക പ്രേരണ അനുസരിച്ച് ജീവിക്കുവാൻ പ്രേരണ തരുന്നത് അശുദ്ധാരൂപിയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും ജഡത്തിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കപ്പെടുന്നില്ല. കരമുയർത്തി ദൈവാത്മാവ് അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാൻ വേണ്ടിയും ജഡിക പ്രവണതയുടെ ദുഷ്ടപിശാച ശരീരങ്ങളിൽ നിന്ന് ഇറങ്ങി ദൈവത്തിന്റെ മഹത്വം ശരീരത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അരിശം, കോപം, ദേഷ്യം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം, മദ്യപാനം, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ ഇതെല്ലാം നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് അകന്ന ദൈവാത്മാവിന്റെ പ്രവർത്തികള് നമ്മുടെ ശരീരത്തില് വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി വലിയ സ്വരത്തില് തീഷ്ണതയോടെ ആഗ്രഹത്തോടെ ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ദൈവാത്മാവ് വസിക്കാത്ത ഒരുവനും യേശു ക്രിസ്തുവിന് ഉള്ളവനല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുക. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ ജഡത്തിന്റെ സകല പ്രേരണകളും നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകും. അങ്ങനെയല്ലാത്തവൻ യേശുവിന് ഉള്ളവൻ അല്ല. വ്യക്തമാക്കുമല്ലോ സ്ത്രീ. എങ്ങനെയുള്ള വ്യക്തിയായിട്ട് മാറണം? അഹങ്കരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവാത്മാവല്ല പ്രവർത്തിക്കുന്നത്. ദേഷ്യവും അരിശവും കോപവും ഭിന്നതയും ഒക്കെയുള്ള ഒരു വ്യക്തിയുടെ ഉള്ളില് ദൈവാത്മാവല്ല പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാവ. അത് യേശു ക്രിസ്തുവിന് ഉള്ളവൻ അല്ല. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങോട്ട് പോകുന്നേ? ശുചീകരണ സ്ഥലം. മരണശേഷം എങ്ങോട്ട് പോകുന്നേ? ശുചീകരണ സ്ഥലത്തിലേക്ക് പോകുക. കാരണം ഞാൻ ദൈവത്തിലേക്ക് വരാനായിട്ട് യാതൊരു ദൈവിക പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. നന്മയായതൊന്നും നമ്മളില് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം ദൈവാത്മാവല്ല നമ്മളെ കൊണ്ട് ഇതെല്ലാം പ്രവർത്തിച്ച്. അതുകൊണ്ട് പൗലോസ് ഇച്ഛിക്കുന്നതല്ല, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്നു. കർത്താവേ, അവിടെ നിന്ന് ഇച്ഛിക്കുന്നത് മാത്രം പ്രവർത്തിക്കുവാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ച പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തില്, ശരീരത്തില്, ആത്മാവില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. മക്കളെ, കരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? അതേ ആത്മാവ് തന്നെ നമുക്ക് നൽകപ്പെട്ടു. മാമോദീസ് എന്ന കുദാശയിലൂടെ ദൈവാത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തില് പൂർണ്ണത പ്രാപിച്ചാൽ അശുദ്ധിയെല്ലാം ശരീരങ്ങളിൽ നിന്ന് പുറത്തു പോകുകയും വിശുദ്ധിയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് ശരീരത്തില് വെളിപ്പെടുകയും ചെയ്യും. കരമുയർത്തി പൗലോസ് ശ്ലീഹായെ പോലെ ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച്, ഇച്ഛിക്കുന്നതല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. കർത്താവേ, ഇച്ഛിക്കാത്തതിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ച് ദൈവീച്ഛപ്രകാരം ജീവിക്കുവാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ കഴിഞ്ഞ ധ്യാനത്തില് ഒരു പയ്യൻ ഉച്ചയ്ക്ക് ഉപവാസമാണ്. ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കര ഉയർത്തിക്കൊള്ളാൻ പറഞ്ഞു. ആരും കര ഉയർത്തിയില്ല. കുറച്ച് പ്രായമുള്ള രോഗമുള്ളവർ കര ഉയർത്തി. ഈ പയ്യൻ കരമൊന്നും ഉയർത്തിയില്ല. ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ കരമുയർത്തി. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ പോവാന്ന് പറഞ്ഞു. ഒരു പയ്യൻ എന്ത് പറയുമ്പോ 3-ാമത്തെ നിലയുടെ മുകളിൽ കയറി. അവിടെ ചെന്നിട്ട് അവൻ നോക്കുമ്പോൾ അവിടെ തെങ്ങ് അടുത്ത് നിൽക്കുന്നേ. 3-ാമത്തെ നിലയുടെ ചേർന്ന് ഒരു തെങ്ങ് നിൽക്കുക. അപ്പൊ ആ തെങ്ങിൽ എന്തുണ്ടെന്ന്? തേങ്ങയുണ്ട്. ഇവൻ പതുക്കെ അതിന്റെ ടെറസിന്റെ മേളിൽ കയറി അവിടുന്ന് തേങ്ങ പറിച്ച് പൊട്ടിച്ച് അത് തിന്നുക. ചോദിച്ചു പറഞ്ഞു, വിശന്നിട്ടാ? അത് കഴിഞ്ഞ് കൗൺസിലിങ്ങിന് ഒന്ന് പറഞ്ഞു, വിശന്നിട്ടല്ല, എന്തോ ഒരു ദുഷ്പ്രേരണ തോന്നി, അതിന്റെ മുകളിൽ കയറാൻ തോന്നി, അത് പറിച്ചു തിന്നാൻ തോന്നി. പ്രിയപ്പെട്ടവരെ, പ്രമാണ ലംഘനത്തെ അതിജീവിക്കുവാനുള്ള ശക്തി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ മകനെ അവന്റെ അമ്മ അവിടെ കൊണ്ടാക്കിയത്. സംഭവിച്ചെന്ന് പറയുമ്പോ വചനം ഘോരഘോരം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇരുന്ന് ഉള്ളിലുള്ള പാപപ്രേരണയുടെ ദുഷ്ടപിശാച് ഉറക്കിക്കളഞ്ഞു. ഇവന് വചനം കേൾക്കാനായിട്ട് ഇവന് പറ്റിയില്ല. വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയം മുഴുവൻ ഇവന് ഉറങ്ങിക്കൊണ്ടിരുന്നു. ഇവന് ബൈക്ക് മോഷണത്തില് പിടിക്കപ്പെട്ട പയ്യനാ. 10-20 വയസ്സ് കാണും പ്രായം. കൂട്ടുകാരെല്ലാം മോഷ്ടാക്കളാ. ഒരു പിശാചിന്റെ ആ പ്രേരണ ഓർത്ത് നോക്കിയ വചനം കേട്ടുകൊണ്ടിരുന്ന ഇവനെ 2-ാമത്തെ ദിവസം ശക്തമായിട്ട് വചനം പ്രഘോഷിക്കപ്പെടുക. പാപത്തെക്കുറിച്ച് വ്യക്തവും സത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെ ആ വചനം കേൾക്കാതെ ഉറക്കിക്കളഞ്ഞിട്ട് വിശപ്പിന്റെ ആ ജഡത്തിന്റെ പ്രേരണ അനുസരിച്ച് ഇവനെ 3-ാം നിലയുടെ മുകളിൽ കൊണ്ടുപോയി അവിടെ കിടന്ന് തേങ്ങ കാണിച്ചു കൊടുത്ത് അത് പറിച്ച് പൊട്ടിച്ച് നിന്നപ്പോൾ കേട്ട വചനത്തിന്റെ അഭിഷേകം ഇവനിൽ നഷ്ടമായി. അഭിഷേകം നിറയപ്പെടണം. അവസാനം ഞങ്ങൾ പിടികൂടി. അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് ഇവന്റെ ഉള്ളിലുള്ള മോഷണത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ മറിഞ്ഞടിച്ച് താഴോട്ട് പോയി. ദുരാത്മാവ് അവനെ തള്ളിയിട്ടിട്ട് പോയി. ഒരു സിസ്റ്റർ എന്റെ അടുത്ത് കൊണ്ടുവന്നു ഈ പയ്യനെ. മദർ തെരേസയുടെ കോൺവെന്റില് ഉള്ളൊരു സിസ്റ്റർ ഇവനെ ഒരു ദിവസം ഒരു വാനിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ബ്രദർ, ഒന്ന് പ്രാർത്ഥിക്കണം. മോഷണത്തിന്റെ ഒരു അരുവി ഇവന് പ്രവർത്തിക്കുക. ശിരസിൽ കൈവച്ച്
പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ അരൂപി അവനെ വിട്ടുപോയിട്ട് ഇവന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുക. അപ്പൊ ഇവന്റെ ആ ഒരു അരൂപി വിട്ടു, ആ കൂട്ടുകെട്ടെല്ലാം അവൻ ഉപേക്ഷിച്ചു. പക്ഷെ ഇവന്റെ ഉള്ളിൽ ഈ സാധനം ദുഷ്ടവിശ്വാസം പിന്നെയും പ്രേരണ നീ ഈ കർത്താവിന്റെ ആലയത്തിൽ വന്ന് നീ വചനം ലംഘിച്ചാൽ നിന്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കാം. അവനെ കൂടെ ലംഘിപ്പിച്ച് ഈ അരൂപി അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. പിശാചിങ്ങനെ നോക്കിയിരിക്കുക. ഒരു വ്യക്തിയെ പാപത്തിലേക്ക് നയിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാത്താൻ ഇങ്ങനെ വ്യഗ്രത കൊണ്ട് നടക്കുക. അലറുന്ന സിംഹത്തെ പോലെ അരിശമ്പുകൊണ്ട് അവൻ ഓടി നടക്കുകയാ. ഒരു ദൈവത്തിനെ പാപം ചെയ്യിപ്പിച്ച് മരണത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ പിശാച് അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. നമ്മളെ പിടികൂടി നശിപ്പിക്കുവാൻ അവൻ ഓടി നടക്കുക. നമുക്ക് അതിനെ അതിജീവിക്കാൻ ആര് ശക്തി തന്നു? ദൈവശക്തി തന്നു. ഈ ദൈവാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലുള്ള ദൈവാത്മാവ് നമ്മളിൽ ഉണരാൻ തുടങ്ങും. നീ ഉണർന്നാൽ നിന്റെ ദേശം ഉണരും, നിന്റെ കുടുംബം ഉണരും. അത് പാടി പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഉണരണം. ആത്മാവിലുള്ള ഒരു ഉണർവ്. ആത്മാവ് ഉണരുന്നില്ലെങ്കിൽ പാപം നമ്മളിൽ നിന്ന് പടിയിറങ്ങത്തില്ല. ആത്മാവ് ശക്തി പ്രാപിക്കുന്നില്ലെങ്കിൽ കുടുംബത്തിലെ തകർച്ച നീങ്ങുന്നില്ല. അധികാരം തന്നിരിക്കുന്നു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. ഈ അഭിഷേകമാണ് സഭയിലൂടെ ഇന്ന് വ്യാപരിക്കപ്പെടുന്ന ഒരു മകന് ദൈവവേദന ഈ അധികാരം കൊടുക്കുക. സാത്താനെ ബഹിഷ്കരിക്കുവാൻ, സ്വർഗീയ ഭാഷയിൽ സംസാരിക്കുവാൻ കർത്താവ് കൃപ നൽകിയിരിക്കുക. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തി പ്രാപിക്കുമ്പോൾ സകല പാപത്തെയും പരാജയപ്പെടുത്തുവാനുള്ള ദൈവിക സാന്നിധ്യത്തിന്റെ ശക്തി, നമ്മുടെ തിരുവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ പരാജയം വിജയമായി തീരും. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ട നമ്മൾ ഏത് പ്രേരണ അനുസരിക്കും? ദൈവാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുമ്പോൾ നമ്മളിൽ ക്രിസ്തു വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നമ്മളിൽ വെളിപ്പെടുകയാണ്. അവിടുന്ന് പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെ പുത്രനായ യേശു പൂർണ്ണനാണ്. ആ പൂർണ്ണനായിരിക്കുന്ന യേശു നമ്മളെയും പുത്രസ്ഥാനത്തേക്ക് ഉയർത്തി ദൈവിക പൂർണ്ണത അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളാക്കി രൂപപ്പെടുത്തുവാൻ അവിടുന്ന് നമ്മളിലേക്ക് അപ്പത്തിന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. എന്തിനാ? പൂർണ്ണനാക്കുവാൻ വേണ്ടിയിട്ട്. നമ്മൾ ദൈവിക പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ വചനാഭിഷേകം നമ്മളിൽ വെളിപ്പെടുത്തൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ മകളുടെ കല്യാണം ഒന്ന് നടന്നിരുന്നെങ്കിൽ. ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറയാം, ഒരു മകളുടെ കല്യാണം ഒന്നും നടന്നിരുന്നെങ്കിൽ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വെളിപ്പെടുത്തിയത് മാനസിക രോഗത്തിന്റെ അരൂപിയാ. ഞാൻ ചോദിച്ചു, ചേച്ചി ഈ ഒരു ടീച്ചറെ മാനസിക രോഗമുള്ള ഈ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ശരിയാണോ? ആ അരൂപി വിട്ടുമാറിയതിനു ശേഷം വിവാഹം നടത്തി കൊടുത്താൽ പോരെ? അപ്പൊ ആ ടീച്ചർ വ്യക്തമായിട്ട് പറയാൻ തുടങ്ങി, ഇവർക്ക് ഡിപ്രഷനുള്ള വ്യക്തിയാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തും. ആ വ്യക്തിയിലുള്ള പാപം കർത്താവ് വെളിപ്പെടുത്തി തരും. ഇതാരെ വെളിപ്പെടുത്തുന്നേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എല്ലാം തന്നിട്ടുണ്ട് മക്കളെ. ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ആ കുടുംബജീവിതം എപ്രകാരമായിരിക്കണം? ആ വ്യക്തിയിലുള്ള നന്മ കർത്താവ് വെളിപ്പെടുത്തും, തിന്മയും വെളിപ്പെടുത്തി തരും. അപ്പൊ നമ്മൾ എന്തിനാ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയത്? നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയുടെ മാർഗങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് പാപങ്ങളെ ഏറ്റെടുത്തിട്ട് അവിടെ നമ്മോട് പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോയാൽ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ആ സഹായം വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ആത്മാവ് പ്രചോദനം തരും. ദൈവിക ഇച്ഛപ്രകാരം ജീവിക്കുവാനുള്ള അഭിഷേകം ദൈവാത്മാവ് നമുക്ക് നൽകും. ആ ഇച്ഛപ്രകാരം ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഈ ആത്മാവ് നമ്മളെ വചനം മനസ്സിലാകാൻ തുടങ്ങും. ഈ വചനം മനസ്സിലാകുമ്പോൾ വചനമനുസരിച്ച് ജീവിക്കാൻ ആരംഭിക്കും. വചനമനുസരിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ,
ദൈവത്തിലേക്ക് നമ്മൾ വളരുകയാണ്. ഓരോ വചനം അനുസരിക്കുമ്പോൾ ദൈവത്തിലേക്ക് വളരുമ്പോൾ നാം ദൈവത്തെ പോലെ ആയിത്തീരുന്ന അത്ഭുതകരമായ രക്ഷയാണ് ദൈവം തന്റെ പുത്രനിലൂടെ നമുക്ക് നേടിത്തന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതിയിലേക്ക് നയിക്കപ്പെടും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് നയിക്കപ്പെടും? ദൈവനീതിയിലേക്ക് നയിക്കപ്പെടും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളെ എങ്ങോട്ട് നയിക്കുന്നേ? ദൈവനീതിയിലേക്ക് നയിക്കപ്പെടും. നീതിമാനായ ഒരു മനുഷ്യനാക്കി നമ്മെ ആത്മാവ് കൊണ്ടെത്തിക്കും. അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് ദൈവം നമ്മെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആത്മാവായ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ ആത്മാവ് നമ്മളെ എങ്ങോട്ട് നയിക്കുന്നേ? ദൈവ നീതിയിലേക്ക്, ദൈവിക ജീവനിലേക്ക് ഈ ആത്മാവ് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പൊ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ജീവനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ പൗലോസ്ലീഹ നമ്മളോട് പറയുക. ദൈവകൽപ്പന പ്രകാരം, ദൈവവചനപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ചാൽ ദൈവാത്മാവ് ദൈവനീതിയിലേക്ക് നമ്മളെ നയിച്ച് നമ്മളെ ജീവനുള്ളവരാക്കി, ദൈവിക ജീവനുള്ളവരാക്കി മാറ്റുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ജീവനുള്ളതായിത്തീരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവിക ജീവൻ നമ്മളിൽ വെളിപ്പെടുവാൻ, ദൈവവചനമനുസരിച്ച് ജീവിക്കുവാനുള്ള, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള ആത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ശരീരങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 11-ാം തിരുവചനം. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യുന്നു. പാപം ചെയ്തപ്പോ മർത്യ ശരീരമായിട്ട് മാറി. മൃതമായ മരണം, ആത്മാവിന് മരണം സംഭവിച്ചിരിക്കുക. ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തി പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വെളിപ്പെടുമ്പോൾ നമ്മളെ എങ്ങോട്ട് നയിക്കുന്ന? ഉദ്ധാനത്തിന്റെ ആ വലിയ അഭിഷേകത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മ. ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ദൈവിക ജീവൻ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ ഈ ആത്മാവും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവിക ജീവൻ വ്യാപരിക്കുന്ന നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചേർന്ന് നിൽക്കുമ്പോൾ ഏറെ മഹത്വം വെളിപ്പെടും. നമ്മുടെ ആത്മാവിനോട് വൈരാഗ്യത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അശുദ്ധ ചിന്തകളുടെയും അരൂപ് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ആത്മാവ് നമ്മളെ നിത്യനാശത്തിലേക്ക് നയിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ ആ ആത്മാവിനോട് നമ്മുടെ ആത്മാവ് ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ മർത്ത ശരീരത്തിൽ ദൈവിക ജീവൻ വ്യാപരിക്കുമെന്ന്, സൗഖ്യമുണ്ടാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുകയാണ്. ബന്ധനം അഴിയണം, കെട്ടുകൾ അഴിയണം, പീഡകളും വ്യാധികളും പുറത്തു പോകണം. നമ്മൾ പീഡത്തില്ല ചില കാര്യങ്ങൾ, ചില പാപത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, ചില പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, ചില തിന്മപ്രവർത്തികളെ കേട്ടാലും മനസ്സിലാക്കിയാലും അതിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. മർത്യ ശരീരമാ,
ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ശരീരത്തില് ദൈവാത്മാവ് വെളിപ്പെടുമ്പോഴാണ് ഇവിടെ നമ്മുടെ ആത്മാവിന്റെ ജീവൻ ഉണ്ടാകുന്നത്. ആ ജീവൻ നമ്മളെ നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കണ്ടേ? എന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചേർന്ന് പ്രവർത്തിച്ചാൽ ഉദ്ധാനം ചെയ്യും. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് എന്റെ ആത്മാവിനോട് ചേർന്ന് നിന്ന് ആ എന്റെ ആത്മാവിന് ജീവൻ പകർന്നു കൊടുത്താലേ മർത്യമായല്ല മൃതമായ എന്റെ ശരീരത്തില് ആത്മീയ അഭിഷേകം, ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി സൗഖ്യമായിട്ട്, അനുഗ്രഹമായിട്ട് ഒക്കെ വെളിപ്പെടുകയുള്ളൂ. വചനം വെളിപ്പെടുകയാണ്. ശരീരത്തിൽ രോഗശാന്തി ഉണ്ടാകുന്ന എങ്ങനെയാ? കേട്ട വചനം ശരീരത്തിൽ വെളിപ്പെടുമ്പോ അത് രോഗശാന്തിയായിട്ട് മാറുക. കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ യേശു പറഞ്ഞ കാര്യങ്ങള് പറഞ്ഞു കൊടുത്തപ്പോൾ, ശ്രദ്ധാപൂർവം വചനം കേട്ടപ്പോൾ, യേശു പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? തളർവാദ രോഗികള് എഴുന്നേറ്റ് നടന്നു. വചനം കേട്ടപ്പോഴാ. ആരാധിക്കും ബന്ധനൊഴിയും. വചനം കേൾക്കുമ്പോ ആ വചനം നമ്മളിൽ വെളിപ്പെടും. പ്രാർത്ഥിക്കുന്നു. നമ്മൾ കൊന്തയില് പ്രാർത്ഥിക്കും, രാവിലെ ജപമാല ചൊല്ലി നമ്മൾ ഒരുങ്ങോ. എത്ര പേര് ഒരുങ്ങുന്നുണ്ട്? ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അഭിഷേകം നമ്മൾ വെളിപ്പെടുകയാണ്. കേട്ട വചനം, കേൾക്കാൻ പോകുന്ന വചനം നമുക്ക് തിരിച്ചറിയുകയാണ്, മനസ്സിലാകുകയാണ്. ഈ മനസ്സിലാകുമ്പോഴാണ് ദൈവത്തിന്റെ അഭിഷേകം, സാന്നിധ്യം, ആരാധന സമയത്ത് നമ്മുടെ ദൈവിക ശക്തി നമ്മളിൽ വെളിപ്പെടുന്ന, അല്ലെങ്കിൽ ആവശ്യിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവകൃപ നമ്മളിൽ നിറയപ്പെടുന്നത്. ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുങ്ങാതെ ഒന്നും നടക്കത്തില്ല. ഓടി വന്ന് ആരാധിച്ച് ജോടി ഇറങ്ങിപ്പോയി ഒന്നും സംഭവിക്കത്തില്ല. കുറച്ച് മണിക്കൂർ ഇരുന്ന് ഒന്ന് ഒരുങ്ങി വചനം കേൾക്കാൻ വേണ്ടി ഈശോയെ കേൾക്കുന്ന, ചുമ്മാ കേട്ടിട്ട് കാര്യമില്ല, ഒത്തിരി കാലമായിട്ട് കേട്ടോണ്ടിരിക്കുക. ഈ കാതിൽ കൂടെ കയറി മറ്റേ കാതിൽ കൂടെ ഇറങ്ങിപ്പോവുക. സത്യത്തെയോ സത്യാത്മാവിനെയോ തിരിച്ചറിഞ്ഞില്ല. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ ജനത. ദൈവത്തെ വേണ്ട, ദൈവാത്മാവിനെ വേണ്ട. ദൈവാത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കും, രോഗശാന്തി ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും, വലിയ ദൈവാനുഗ്രഹങ്ങള് കുടുംബത്തില് വെളിപ്പെടാൻ തുടങ്ങി. ഈ ആത്മാവിനെ ആർക്കും വേണ്ട. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേ, ഞങ്ങളുടെ മകള് അങ്ങോട്ടൊന്ന് പോകണം, മകൻ ഇങ്ങോട്ട് പോകണം, വലിയ ജോലി, ബാങ്ക് ജോലി കിട്ടണം, IAS കാരനാവണം, IFS കാരനാവണം, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം. ആർക്കും ദൈവത്തെ പോലെ ദൈവമക്കളായി തീരുവാൻ ആഗ്രഹമില്ല. കുറെ കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ പ്രശ്നമാണ്. ഈ ദൈവാത്മാവ് വെളിപ്പെടുന്ന വ്യക്തിയെ അങ്ങോട്ടും ഈ ആത്മാവ് കൊണ്ടുപോകും സമൃദ്ധിയിലേക്ക്, ദൈവാനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ദൈവാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞു, ഞാൻ പോയ സഹായകനായ ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞു വിടും നിങ്ങളുടെ അടുത്തേക്ക്. ആ സഹായം വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, എല്ലാം അനുസ്മരിപ്പിക്കും, ബാക്കിയുള്ള എല്ലാം കൂട്ടിച്ചേർന്നോണ്ടിരിക്കും. അങ്ങോട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ജോലി ഇല്ലെന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞ ഇരുന്നിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ ആത്മാവ് എന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരുണ കാണിക്കണേ, ഈ ആത്മാവിന്റെ ശക്തി എന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തി തരണേന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കും. നമ്മുടെ ശരീരത്തിൽ എന്താ അരൂപിയാണ് വെളിപ്പെടുന്നത്? കോപത്തിന്റെയും ദേഷ്യത്തിന്റെയും ഭിന്നതയുടെയും വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും സ്വയംഭോഗത്തിന്റെയും സ്വർഗഭോഗത്തിന്റെയും വ്യഭിചാരത്തിന്റെയും അലസതയുടെയും മടിയുടെയും ഒക്കെ അരൂപി നമ്മുടെ ശരീരത്തിലോ ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്ങോട്ട് നയിക്കുന്നേ? തകർച്ചയിലേക്ക്, മരണത്തിലേക്ക് ഈ ആത്മാവ് നിങ്ങളെ നയിക്കുന്നു. നമുക്ക് തന്നെ അറിയാം നമ്മുടെ പ്രശ്നത്തിന് കാരണം എന്താണെന്നറിയാം. മകന്റെ വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരപ്പച്ചൻ കുറെ കാലമായിട്ട് നമ്മുടെ ശുശ്രൂഷ വന്ന് ചേരും. അവന് താല്പര്യമില്ല വിവാഹം കഴിക്കാൻ. കണ്ടു കഴിയുമ്പോ അവന് വലിയ താല്പര്യമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പിടിവിടാതെ തമ്പുരാന്റെ മഹത്വം തന്റെ കുഞ്ഞില് ആ കൂദാശ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന അപ്പച്ചന്റെ മകന്റെ കല്യാണം ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് നടക്കുക. മഹത്വോടെ വെളിപ്പെട്ടു, കൂദാശ അവിടെ വെളിപ്പെട്ടു. അവനെ കൂദാശ സ്വീകരിക്കുവാനുള്ള കൃപ കൊടുത്തു കർത്താവ്. അപ്പം പ്രാർത്ഥിച്ചെന്താ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, സാന്നിധ്യം ആ കുഞ്ഞില് വെളിപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ നല്ല ഒരു പെൺകുട്ടിയെ ജീവിത പങ്കാളിയായിട്ട് മകന് കിട്ടി. മക്കളെ, ഞാൻ നേരിട്ട് കണ്ട കാര്യം. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വിശ്വാസക്കുറവ് മുതൽ നമ്മൾ ഓടി നടക്കുക.
ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഓടുക. വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് തമ്പുരാന്റെ മഹത്വം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. യാക്കോബ് അക്കരെ പോയില്ലെന്നേ. അക്കരയ്ക്ക് പോകാനായിട്ട് ഭാര്യയും മക്കളെയും ഉള്ളതെല്ലാം കൊണ്ട് അപ്പുറ വെച്ചു. ഇക്കരെ ഒരു തന്റെ പെട്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇക്കരെ വന്നപ്പോ യാക്കോബിന് മനസ്സിലായി, താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിൽ അക്കരെ പോയിട്ട് ഒരു കാര്യമില്ല. ഇക്കരെ നിന്ന് താൻ ആയിരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ തയ്യാറായ യാക്കോബ് ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറാവുകയാണ്. ദൈവമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തി നഷ്ടപ്പെട്ട ചൈതന്യത്തെ തിരികെ പിടിച്ചുകൊണ്ടാണ് യാക്കോബ് മറുകരയിലേക്ക് നീന്തിയെടുത്തത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടോ അവിടെ വെച്ച് ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. ഓട്ടോ ഇന്ന് ക്രിസ്ത്യാനിയുടെ കുഴപ്പം, അവിടെ അനുഗ്രഹം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടും, ഇവിടെ അനുഗ്രഹം കിട്ടുന്ന പറഞ്ഞാൽ ഇങ്ങോട്ട് ഓടും. എവിടെയോട്ട് ഓടി നടക്കുക? ഇവിടെ ആ വ്യക്തിയിലേക്ക് തന്നെ നോക്കി അവന്റെ ബലഹീനതകളെയും അവന്റെ കുറവുകളെയും നിയമലംഘനത്തെയും വചനലംഘനത്തെയും അവനും തിരിച്ചറിഞ്ഞ് ആ ലംഘനത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ച് കർത്താവിന്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും മഹത്വം വെളിപ്പെടും. ഒരു അക്രൈസ്തവ സഹോദരൻ പറഞ്ഞാൽ, മോനെ അവിടെ ചെന്ന അനുഗ്രഹ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനി ഈ വിശ്വാസം ഇട്ട് ആ വിശ്വാസത്തിലേക്ക് പോകും. ഉറപ്പാ, കണ്ടോണ്ടിരിക്കുന്ന കാര്യം. ഒരാളിവിടെ നിന്ന് പറഞ്ഞാൽ മതി, അപ്പുറത്ത് ഭയങ്കര സംഭവം നടക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ വിശ്വാസം വ്യതിചലിക്കുന്ന വിശ്വാസമാണ്. ഉറപ്പുള്ള കൂടുതൽ വാഗ്ദാനം കിട്ടുമ്പോ അങ്ങോട്ട് ഓടിപ്പോകുന്ന വ്യക്തികളല്ല ക്രിസ്ത്യാനികൾ. ക്രിസ്തു പറഞ്ഞ സമയത്ത്, ക്രിസ്തു പറയുന്ന മണിക്കൂറുകളിലോ ആ ക്രിസ്തു പറയുന്ന സ്ഥലത്ത് നിന്ന് വചനം പ്രഘോഷിക്കുന്ന, വചനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ദൈവഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപയെ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? അഭിഷേകം നിറയട്ടെ. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം? ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം. നമ്മളൊരാൾക്ക് ഇവിടെ കിട്ടുമെന്ന് പറയാൻ പറ്റണം. നമുക്ക് കിട്ടിയവരൊക്കെ ഇരിപ്പുണ്ട്. കിട്ടിയവര് വേറൊരാൾ എന്ന് പറയുമ്പോൾ ആ വഴിക്ക് പോയ ഒത്തിരിയേറെ വ്യക്തികളെ എനിക്കറിയാം. നല്ല സൗഖ്യം കിട്ടിയവരല്ലേ, അനുഗ്രഹം കിട്ടിയവര്. വേറൊരാൾ വന്ന് ഒന്നും കിട്ടാത്തൊരു വ്യക്തി അവിടെ കിട്ടുമെന്ന് പറയുമ്പോൾ കിട്ടിയ വ്യക്തി പോലും കിട്ടാത്ത വ്യക്തിയുടെ കൂട്ടത്തിലോ ആ സ്ഥലത്തേക്ക് പോകുന്ന വ്യക്തികളുണ്ട്. അവിടെ വിശ്വാസം കിടക്കുന്നേ. പിന്നെ മഹത്വം കാണാൻ പറ്റുമോ? അഭിഷേകം കാണാൻ പറ്റുമോ? ഒരു സ്ഥലത്ത് അനുഗ്രഹം കിട്ടിയാൽ ആ സ്ഥലത്ത് നിന്ന് വലിയ മൽപ്പിടുത്തത്തോടെ വീണ്ടും വീണ്ടും അനുഗ്രഹം ചോദിച്ച് മേടിച്ച് എടുക്കുന്ന വ്യക്തികൾക്ക് നിലനിൽപ്പുള്ളൂ. ഓടി നടക്കുന്നവർക്ക് ഒരിക്കലും നിലനിൽപ്പുണ്ടാകത്തില്ല. അവിടെ നിന്നുള്ളവരെങ്ങനെ ഓടും? ഓട്ടോ എന്ന് അവിടെ പോയി ഇവിടെ പോയി മറ്റിടത്ത് പോയി മറിച്ചിടത്ത് പോയി. വിശ്വാസമൊന്നുമില്ലെന്ന് അവിടെ പോയി കരയും, പുറത്ത് പോയി കരയും. വിശ്വാസം നമ്മളിലുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ, ജൈവികമല്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒഴിപ്പിച്ചു വിട്ടാലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിഞ്ഞു മാറിയാലേ, ആ സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പ്രാപിച്ചാലേ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടത്തുള്ളൂ. ഇച്ഛിക്കാത്തത്, ദൈവ ഇച്ഛപ്രകാരമല്ലാത്തത് ചെയ്യുവാൻ അനുവദിക്കരുത് എന്ന് ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവ് ഇച്ഛിക്കാത്ത പ്രവൃത്തി, ദൈവ ഇച്ഛപ്രകാരമല്ലാത്ത പ്രവൃത്തികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അഭിഷേകമുള്ള സ്ഥലത്ത് നമ്മളെ കൊണ്ട് നിർത്തി വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കും. ഓടി നടക്കുമ്പോൾ അഭിഷേകം ഒരു കുപ്പി വെച്ചിരിക്കുക. ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം തീരുമ്പോൾ ഈ കുപ്പിയായിട്ട് ഓടുക. കുറേ സമയം നമ്മൾ പോകുന്ന സ്ഥലത്തൊന്നും ഒന്നും കിട്ടത്തില്ല. അത് കഴിഞ്ഞ് അപ്പുറത്ത് കൊണ്ടുവെക്കും. ഈ കുപ്പി ഒരിക്കലും നിറയത്തില്ല. ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഇത് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ കുപ്പിക്കകത്ത് വെള്ളം, അഭിഷേകം, അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ ഈ കുപ്പിയായിട്ട് ഇങ്ങനെ ഓട്ടോ. ഒരു വ്യക്തി ആനായാലും സംഭവം അവിടെ കൽഭരണി വെച്ച് ആ കൽഭരണിക്കകത്തോട്ട് വക്കോളം വെള്ളം നിറച്ചപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു, ദൈവാനുഗ്രഹം വെളിപ്പെട്ടു. അപമാനം ആ കുടുംബത്തിൽ നിന്ന് അകന്നുപോയി. കൽഭരണി എവിടെ ഇരിക്കണം? ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാനാകുന്ന കൽഭരണി വെച്ചു കൊടുത്താൽ അതിലേറെ ജലം നിറയപ്പെടും. ശുശ്രൂഷകർ എന്ന പ്രാർത്ഥിക്കുന്ന എന്താ? ഇവിടെ വന്നിരിക്കുന്ന ഓരോ കൽഭരണികളിലും ജലം നിറയുവാൻ. ഈ ജലം എന്തായിട്ട് മാറും?
ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് മാറുകയും വീഞ്ഞായിട്ട് മാറും, മേൽത്തരമായിട്ട് മാറും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതങ്ങള് ദൈവവചനമനുസരിച്ചുള്ള മേൽത്തരം ജീവിതങ്ങളായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മളിൽ നിന്ന് കുടിക്കുന്നവർക്ക്, അല്ലെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നവർക്ക് വളരെയേറെ സമാധാനവും സന്തോഷവും കിട്ടുകയും. ഞാനാകുന്ന കൽഭരണി, കർത്താവ് ആഗ്രഹിക്കുന്ന ഈ ദേവാലയത്തില് ഇതൊരു ബെക്സീത കുളം, ഇതിനകത്ത് വന്ന് കടന്ന് സൗഖ്യം പ്രാപിച്ച് കിട്ടുന്നിടത്തോളം സമയം അവിടെ കടക്കുക, കിട്ടുന്നത് വരെ കടക്കുകയും. നാമാന് 7 പ്രാവശ്യം ജോർദാനിൽ മുങ്ങിയെങ്കിലോ പ്രിയപ്പെട്ടവരെ 7ാമത്തെ പ്രാവശ്യമാണ് നാമാന്റെ ശരീരത്തിൽ നിന്ന് കുഷ്ഠം വിട്ടകന്നു പോയത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന അത്രയും സമയങ്ങളില് പ്രാർത്ഥിക്കാതെ ഈ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളിലെ തകർച്ചകള് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് അകന്നു പോകുന്നില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവഹിതപ്രകാരം, ദൈവവചനപ്രകാരം, ദൈവകൽപ്പനപ്രകാരം ജീവിക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും സാന്നിധ്യവും ശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെയും നമുക്കുള്ളവയും കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന സമയവും നമ്മളെയും നമുക്ക് ദാനമായ ദൈവം തന്നിരിക്കുന്ന സമ്പത്തിനെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് തന്നിരിക്കുന്ന കൃഷിയിടങ്ങളെയും അധ്വാന മേഖലയെയും ബിസിനസ് മേഖലയെയും എല്ലാം യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക. ഇത് ദൈവത്തിന്റെ ദാനമാണ്, നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കാരുണ്യമാണ്. ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം തമ്പുരാനോട് പറഞ്ഞേ, എന്റെ കഴിവോ കരങ്ങളുടെ ബലോ അല്ല. ഈ സമ്പത്ത് നേടാൻ അവിടുന്ന് അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി പ്രകാരം നൽകപ്പെട്ട കൃപയാലാണ് ഈ കാണുന്നതെല്ലാം ഞങ്ങൾക്കുള്ളത്. അല്ലാതെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ കരം കൊണ്ടോ ബലം കൊണ്ടോ നേടിയെടുത്തതല്ല. ദൈവത്തിന്റെ കാരുണ്യം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. കർത്താവേ, അവിടുത്തെ മഹത്വം വീണ്ടും വീണ്ടും അതിശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാമ്പത്തിക മേഖലയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോകും, മലകൾ നിരപ്പാക്കും, പിച്ചളമാതിൽ ഒടിക്കും, ഇരുമ്പോടാമ്പലുകളെ തകർക്കും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനത്തിന്റെ ശക്തി ഈ സമൂഹത്തില് ഞങ്ങളിൽ ഓരോരുത്തരും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി വചനശക്തിയാൽ സാമ്പത്തിക ബന്ധനങ്ങള് അഴിഞ്ഞുമാറി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ശക്തമായിട്ട് ദൈവത്തിരുസന്നിധിയില് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വചനശക്തി യേശുനാമത്തില് വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകത്തോടെ സ്തുതിക്കാമോ? കൃപ നിറഞ്ഞു സ്തുതിക്കാമോ? ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാഴ്ചയെ കൊണ്ടിരിക്കുന്ന സമ്പത്തിനെ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട ധ്യാനത്തിലേക്ക് ഒന്നും സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന നമ്മുടെ ധ്യാനത്തിന് ഇങ്ങനെ ബുക്ക് ചെയ്യാനുള്ളവര് എത്രയും വേഗം തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോടു യാത്ര ചോദിക്കുമ്പോ നല്ല നാഥൻ യേശുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്താ കരങ്ങളടിച്ച് ചേർന്ന് പാടാം. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോടു യാത്ര ചോദിക്കുമ്പോ നല്ല നാഥൻ യേശുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കരച്ചിടും, ആരാധിക്കും, ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കരച്ചിടും, ആരാധിക്കും,
ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ജീവിതത്തിൻ മേടുകളിൽ യാത്ര ചെയ്യുവാൻ കരം പിടിച്ചു നടത്തും നല്ല നാഥൻ. ജീവിതത്തിൻ മേടുകളിൽ യാത്ര ചെയ്യുവാൻ കരം പിടിച്ചു നടത്തുന്ന നല്ല നാഥൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാൻ എല്ലാ നാളും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാൻ എല്ലാ നാളും. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോ നല്ല നാഥൻ യേശുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്താൻ കരങ്ങൾ ഉയർത്തിയടിച്ചു പാടാം. ഹല്ലേലൂയ 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 ഞാൻ കരേറ്റിടും. ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഹല്ലേലൂയ 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 ഞാൻ കരേറ്റിടും. ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ശക്തിയോടെ കരമടിച്ചു പാടി പ്രാർത്ഥിക്കാൻ ആത്മാവ് നിറയട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഓരോ ശരീരത്തിലും, ഓരോ പ്രവൃത്തിയിലും, ഓരോ നിയോഗത്തിലും ദൈവ സാന്നിധ്യം നിറയട്ടെ. ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേരുവാൻ അവൻ കൃപയെന്നിൽ പകർന്നിടുന്നു. ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേരുവാൻ അവൻ കൃപയെന്നിൽ പകർന്നിടുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാൻ എല്ലാ നാളും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാൻ എല്ലാ നാളും. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോടു യാത്ര ചോദിക്കുമ്പോ നല്ല നാഥൻ യേശുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്താൻ കരങ്ങൾ ഉയർത്തിയടിച്ചു പാടാം. ഹല്ലേലൂയ 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 ഞാൻ കരേറ്റിടും. ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഹല്ലേലൂയ 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 ഞാൻ കരേറ്റിടും. ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിരുസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നമുക്ക് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുക. എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ സ്തുതിച്ച് സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയെ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, പൗരോഹിത്യത്തിന്റെ വലിയ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം.
കഴുകണമേ എന്നെ കഴുകണമേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ കഴുകണമേ എന്നെ കഴുകണമേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ ഹൃദയമങ്ങു കഴുകണമേ എൻ മുറിവുകൾ അങ്ങുണക്കണമേ എന്നാത്മമങ്ങു കഴുകണമേ എൻ പാപമില്ല